അപ്പോൾ ഇന്ന് 4-ാം ദിവസം മഞ്ഞ ധരിക്കണം എന്ന് പറഞ്ഞു. എൻ്റെ അടുത്താണോ മഞ്ഞ ഇല്ലാത്തത്? 2-3 ഉണ്ട് എൻ്റെ കയ്യിൽ മഞ്ഞ. സോ മഞ്ഞ ധരിച്ചിട്ട് വരുന്ന ദേവിയുടെ ഫോമാണ് ഇന്ന് എന്ന് പറയുന്നു. അതോ നമ്മളെല്ലാവരും മഞ്ഞ ധരിച്ച് പൂജിക്കണം എന്ന് പറയുന്നതിൻ്റെ കാരണം നമുക്ക് പറയാം. കുഷ്മാണ്ഡ ദേവീനെയാണല്ലോ ഇന്ന് നമ്മൾ സങ്കല്പം. കുഷ്മാണ്ഡ ദേവി എന്ന് പറഞ്ഞാൽ ജഗത്തിനെ വയറിൽ വെച്ചിരിക്കുന്ന, വയറിൻ്റെ അകത്ത് പുതിയൊരു ഫോമാക്കി കൊണ്ടുവരികയാണ് ദേവി. അമ്മ വൂമ്പിനകത്ത് വെച്ചിരിക്കുകയാണ് കുട്ടിയെ. അതായത് ഒരു അണ്ടത്തെ ജഗത്തിനെ ചെറിയൊരു അണ്ടമാക്കി ഉള്ളിൽ വെച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ ചെറുത്. അപ്പോൾ ഫുൾ ജഗം സൃഷ്ടി നടക്കുകയാണ് അമ്മയുടെ അണ്ടത്തിൽ. കാരണം പ്രളയമൊക്കെ കഴിഞ്ഞതിന് ശേഷം അമ്മയ്ക്ക് ഇവിടെ പ്രകാശം പരത്തണം എന്ന് തോന്നി. അമ്മ പുഞ്ചിരിച്ചു. അതാണ് ഇന്നലെ നടന്ന സംഭവം. പുഞ്ചിരിച്ചു. ഇത് ഘണ്ടാദേവിയായിട്ടിരിക്കുമ്പോൾ സ്മൈലായിട്ടാണ് ഇരിക്കുന്നത്. കാരണം വളരെ സന്തോഷവതിയാണ്. ഒരു സ്ത്രീ കല്യാണം കഴിച്ച് വരുന്നതാണല്ലോ ഇന്നലത്തെ നമ്മളുടെ ഭാഷ്യം. അപ്പോൾ അതിൽ കല്യാണം കഴിച്ച് വന്നു കഴിഞ്ഞപ്പോൾ അതും താൻ വിചാരിച്ച ആളെ തന്നെ വിവാഹം കഴിച്ച് ജീവിതത്തിലേക്ക് കടക്കുകയാണ് ശിവഭക്തിയായിട്ട്. അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു. അതിന് മുമ്പ് നമ്മൾ കണ്ടു ബ്രഹ്മചാരിണിയായിട്ട് അപർണയായിട്ട് ഭക്ഷണം കഴിക്കാതെ തപം ചെയ്ത് നാരദൻ പറഞ്ഞതനുസരിച്ച് ബാല്യത്തിൽ ശൈലപുത്രിയായിരുന്ന ദേവി ബാല്യത്തിൽ നിന്ന് 2-ാം ദിവസം ബ്രഹ്മചാരിണിയായിട്ട് മാറി തപം ചെയ്ത് തൻ്റെ ഇഷ്ടപുരുഷനെ വരിക്കുകയാണ് ഇന്നലെ എന്ന് പറയേണ്ട, അത് തെറ്റിക്കും. കാരണം ഞാൻ ഇന്ന് എന്ന് പറഞ്ഞിട്ട് ഇന്ന് നമുക്ക് നീല ഇടാം എന്ന് പറഞ്ഞ് ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരാൾ ഇന്ന് എൻ്റെ അടുത്തൊന്ന് പറയാ, മാഡം ഇന്ന് ബിന്ദു പറയായിരുന്നു ഇന്ന് മഞ്ഞയല്ലേ ഇന്നാണ് മഞ്ഞ. ഞാനത് ഇന്നലെ ഇട്ടതാണ്. നിങ്ങൾ കാണുന്നത് ചിലപ്പോൾ നാളെ ആകുമ്പോഴേ ഇന്ന് എന്ന് പറഞ്ഞാൽ നിങ്ങളതിങ്ങനെ വായിക്കും. അതുകൊണ്ടാണ് കേട്ടോ. സോ ഇന്നലത്തെ നിറം നീലയായിരുന്നു, ഇന്നലെ ഇട്ടിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടു എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇന്ന് മഞ്ഞ. അപ്പോൾ ഈ മഞ്ഞൾ എന്തുകൊണ്ടാണ് വരുന്നതെന്ന് വെച്ചാൽ ഈ തീക്ഷണമായിട്ടുള്ള ശക്തി, അതാണ് ഈ പവൻ ഉരുക്കിയ പോലുള്ള, സ്വർണം ഉരുക്കിയ പോലുള്ള ഒരു മഞ്ഞ കളറാണ് ഈ പ്രകൃതിയുമായിട്ട്, അതായത് ജഗത്തിൻ്റെ തേജസ് ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുന്നത് കൊണ്ട് എന്ന് പറഞ്ഞു. അതാണ് മഞ്ഞ ഇടാൻ പറഞ്ഞിരിക്കുന്നതെന്ന് ഒരു എടുത്ത് വായിച്ചു. അപ്പം അതൊക്കെ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതാണ് ഈ മഞ്ഞൾ കളറുമായിട്ട് വന്നിരിക്കുന്നത്. എനിക്ക് ഒറിജിനൽ പൂ കിട്ടാതിരുന്നത് കൊണ്ട് എനിക്ക് പിള്ളേർ എനിക്ക് തന്നയച്ചതില്ലേ, കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കാണിച്ചില്ലേ, അപ്പം തന്നതായിരുന്നു ഈ പൂവ്. അത് ഞാൻ സൂക്ഷിച്ചു വെച്ചു. പൂവല്ല, ഇതൊക്കെ കൊണ്ട് ഉണ്ടാക്കിയതാണ്. കണ്ട പൂവെന്ന് തോന്നും പെട്ടെന്ന് നോക്കുമ്പോൾ. ഒരു ഭംഗിയുണ്ട് തലയിൽ വെച്ചപ്പോൾ, അതങ്ങനെ വെച്ചു എന്ന് മാത്രം. ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർക്കംസ്റ്റൻസസ് അനുസരിച്ച് ചെയ്യുക കേട്ടോ. ഇപ്പോൾ ജോലിക്ക് പോകുന്നവരൊക്കെ ആണെങ്കിൽ വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് തല കുളിച്ചിട്ട് 9 ദിവസം ബുദ്ധിമുട്ടാകുന്നവരാണെങ്കിൽ വൈകുന്നേരം വന്ന് കുളിച്ച്, മേല് കഴിയിട്ടായിരിക്കുമല്ലോ ജോലിക്ക് പോകുക, വൈകുന്നേരം വന്ന് തലയൊക്കെ കുളിച്ചിട്ട് വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. അതൊക്കെ നമ്മുടെ സൗകര്യങ്ങളനുസരിച്ച് ചെയ്യുക. കാരണം നമ്മൾ ഒന്നിനും എക്സേർട്ട് ചെയ്യരുത്, ഒന്നും നമ്മളുടെ മേലിൽ അടിച്ചേൽപ്പിക്കരുത്. ആരും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. അവനവനും അടിച്ചേൽപ്പിക്കാൻ പാടില്ല, അച്ഛനമ്മമാരും അടിച്ചേൽപ്പിക്കാൻ പാടില്ല. ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്തോട്ടെ, പറഞ്ഞു കൊടുക്കുക. മക്കൾക്കാണെങ്കിലും അവരെ നിങ്ങളിത് ചെയ്യൂ എന്ന് പറയണ്ട. തന്നെത്താൻ തോന്നി ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ പവർ കിട്ടുന്നത്, അല്ലേ? അപ്പം ഇന്ന് ഞാനുണ്ടല്ലോ കുറച്ചധികം നേരമായി ഞാൻ AC ഓഫാക്കിയിട്ടിട്ട്. ഇടുമ്പോൾ എനിക്ക് തണുക്കുക, പിന്നെ ഓഫാക്കി കഴിയുമ്പോൾ എനിക്ക് ചൂടെടുക്കുക. അതുകൊണ്ട് ഇപ്പോൾ വേർക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ കുഷ്മാണ്ഡ ദേവിയെ ഭജിക്കുന്ന ദിവസം നമുക്ക് ചില കാര്യങ്ങൾ സ്ത്രീകൾ എന്ന നിലയിൽ ഞാൻ പറയുകയാണെ. ഞാൻ കുറച്ച് മുമ്പ് ഒരു റീല് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. അത് ഞാനൊരു വാക്യം വായിച്ചതാണ്, കുറച്ച് മുമ്പ് വായിച്ചതാണ്. അത് ഞാൻ ഇട്ടതാണ്. അതായത് ഒരു സ്ത്രീക്ക് രാവിലെ എഴുന്നേൽക്കണത് എന്താണെന്ന് വെച്ചാൽ, ഒരു സ്ത്രീ, നമ്മളെന്നല്ല, ഒരു സ്ത്രീ, ആ സ്ത്രീ എഴുന്നേൽക്കണമെന്ന് വെച്ചാൽ എഴുന്നേൽക്കാതെ പറ്റൂലല്ലോ എന്നുള്ള ഒരു അവസ്ഥയിലാണ്. കാരണം നേരം വെളുത്താൽ പിന്നെ എഴുന്നേറ്റല്ലേ പറ്റുള്ളൂ. സോ ദാറ്റ് ഈസ് വൈ ഷീ ഈസ് വേക്കിംഗ് അപ്പ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ചെയ്യാനായിട്ട്, ഒരു ഗോളും ഇല്ല, ഒരു സന്തോഷവും ഇല്ല, ഒരു വിധത്തിലുള്ള ഒരു എന്താ പറയുക, ആഗ്രഹവും ഇല്ലാത്ത ഒരു സ്ത്രീ. അങ്ങനെ ആകാൻ പാടില്ല. നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ഈ ജഗത്തിൽ നമ്മൾ അമ്മയാണ് എല്ലാവർക്കും എന്ന് വിചാരിച്ച് എഴുന്നേക്കുക. ഒരമ്മയല്ലേ നമുക്ക് വീട്ടിൽ നമ്മൾ എന്തൊക്കെ ചെയ്തു കൊടുത്തില്ല എന്നൊക്കെ പറഞ്ഞാലും അമ്മമാർ തന്നെയാണ് അന്നം കൊണ്ടുവന്ന് നമുക്ക് ഉണ്ടാക്കി അതിൻ്റെ സമയത്ത് പശിയെടുക്കുന്നത്, അല്ലേ?
നമുക്ക്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദി നമ്മൾ ഈ ജഗത്തിനോട് പറയണ്ടേ. ജഗന്മാത എന്ന് പറയുന്ന ഈ യൂണിവേഴ്സിനോട് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് ഈ ലോകം കാണാൻ സാധിച്ചതിൽ, ഈ കണ്ണുകൾ തന്നതിന്, ഈ കാതുകൾ കേൾക്കാൻ തന്നതിന് ഒക്കെ അങ്ങോട്ട് നന്ദി ആദ്യം പറയുക. എൻ്റെ അമ്മ ചെയ്യുന്ന കാര്യം ഞാൻ പറയാറില്ലേ, താഴെ കാല് കുത്തുമ്പോൾ എൻ്റെ അമ്മ രാവിലെ എഴുന്നേറ്റിട്ട് ഭൂമി ദേവിക്ക് വന്ദിച്ചിട്ടാണ് അമ്മ എഴുന്നേൽക്കുക. അതേപോലെ തന്നെ കയ്യിലേക്ക് വെള്ളം എടുക്കുമ്പോൾ ഈ വെള്ളം തന്നതിന് നന്ദി എന്ന് പറഞ്ഞിട്ടാണ് മുഖത്തേക്ക് ഒഴിക്കുക. ഇതൊക്കെ മനസ്സിലാക്കി എടുക്കാനും താങ്ക് യു ഒക്കെ ഞങ്ങൾ മനസ്സിൽ നിന്ന് പഠിക്കാനൊക്കെ കുറച്ച് നാളുകൾ എടുത്തു കേട്ടോ, അമ്മ ചെയ്യുന്ന പോലെ ചെയ്യാനായിട്ട്. ബട്ട് സ്റ്റിൽ അതിനൊരു മാതൃക ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് എന്താ നിങ്ങളോട് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു മാതൃക നിങ്ങൾ എവിടെന്നെങ്കിലും കണ്ടുപിടിക്കൂ. ആ മാതൃക, ഇപ്പം ഞാൻ എല്ലാ തരത്തിലും മാതൃകയൊന്നുമല്ല, എൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ കുഴപ്പങ്ങളുണ്ടാവില്ല, പക്ഷെ എനിക്ക് പറഞ്ഞു തരാൻ പറ്റും നിങ്ങൾക്ക്. ഞാൻ പറയുന്നുണ്ട്, ആ പറയുന്നത് നിങ്ങളൊന്ന് എടുത്ത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് മാതൃകയായിട്ട് മാറും. ഞാൻ പല സ്ഥലത്തു നിന്നും ഇപ്പോൾ എൻ്റെ അമ്മ മാതൃകയാണ്, എൻ്റെ മദർ ഇൻ ലോ മാതൃകയാണ് പല കാര്യങ്ങളിലും. അവരിലുള്ള ചീത്തവശങ്ങളെല്ലാം ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും കേട്ടോ, നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട്. എന്നാലും ചില മാതൃകകൾ ഞാൻ പറയാറില്ലേ. എനിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് ഇപ്പോൾ കുളിക്കുമ്പോൾ ഞാൻ എപ്പോഴും അമ്മച്ചിയെ ഓർക്കും, അരവിന്ദൻ്റെ അമ്മയെ. എപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കണം എന്ന്. കാരണം ഒരു ദിവസം മുടങ്ങാതെ റെയിൻ ഓർ ഷൈൻ അവർ കുളിച്ചിരിക്കും കാര്യം. പക്ഷെ എന്താണെന്നറിയോ, ചില സമയങ്ങളിൽ ചില ആൾക്കാർക്ക് എവിടെ എന്ത് പറയണമെന്ന് അറിയില്ല. അത് നമ്മൾ മാറ്റുക. ഇപ്പം നമ്മളാണ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അവസ്ഥകളുള്ള ആളുകളുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അവരെ കൈ ചൂണ്ടിക്കാണിച്ച് നമ്മളവരെ കളിയാക്കാതിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഒരു ആയിട്ടുള്ള ഒരു വീക്ഷണം എടുക്കാൻ നമ്മൾ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ നവരാത്രി എന്തിനാണെന്ന് വെച്ചാലേ, നമ്മൾ പുതിയ ബിഗിനിങ് ആണ്, എല്ലാത്തിൻ്റെയും പുതിയ ബിഗിനിങ് അല്ലേ ജീവിതം. ഇത് എത്ര വയസ്സും ആയിക്കോട്ടെ, നിങ്ങൾക്ക് പുതിയതായിട്ട് പൊടി തട്ടി എടുക്കുക ജീവിതത്തെ. നിങ്ങൾ എവിടെയാണോ കിടക്കുന്നത്, ഒരു ഡസ്റ്റിൽ അടിഞ്ഞു കിടക്കുകയാണെങ്കിലും എഴുന്നേക്ക്, വെള്ളം കോരിയൊഴിച്ച് കുളിച്ച് ആ ഡസ്റ്റൊക്കെ കളഞ്ഞ് നമ്മളുടെ ആ ഒരു പവർ, സ്ത്രീകളോടാണ് കേട്ടോ പറയുന്നത്, ആ പവർ നമ്മൾ ലോകത്തിന് കാണിച്ചു കൊടുക്കൂ. നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. എനിക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും. ഇപ്പം പറഞ്ഞ പോലെ വേറെ വലിയ വലിയ ആളുകളൊക്കെ ഇല്ലേ, ഇന്ദിരാഗാന്ധി, ഇവരെയൊക്കെ കാണുന്നില്ലേ നമ്മൾ. അവരൊക്കെ ഓരോരോ ലെവലിൽ അവർ നന്മകൾ ചെയ്തിട്ടുണ്ട്, അവരുടെ പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടല്ലേ. ഇന്ദിരാഗാന്ധിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഇന്ദിരാഗാന്ധിയുടെ വീട് ഇപ്പം കുറേ നാളുകൾക്ക് മുമ്പ് അവരിങ്ങനെ ആക്കിയല്ലോ, മരിച്ചു കഴിഞ്ഞ പിന്നെ. അത് സഫ്ദർ ജംഗ് റോഡിലുണ്ടായിരുന്ന പ്രധാനമന്ത്രിയുടെ വസതി, ഒഫീഷ്യൽ വസതി ഇപ്പം അവർ ഇതാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം മാറ്റമൊന്നും കേട്ടോ, ഈ ഗവൺമെൻറ് വന്നേ പിന്നെ. ഞാൻ പോയപ്പോൾ ഉണ്ടായിരുന്നു. ഞാൻ പോയപ്പോഴും നരേന്ദ്രമോദി തന്നെയായിരുന്നു. പക്ഷേ ആ സമയത്തും അത് ഒരു മ്യൂസിയം ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ വീട്ടിൽ അവരുപയോഗിച്ചിരുന്ന പൂജാ റൂം ഇങ്ങനെ കാണിക്കുകയാണ്. വളരെ സാധാരണമായിട്ട് ഇപ്പം ഞാൻ വെച്ചിരിക്കുന്ന പോലെ ഒരു ടേബിളിൽ, അവരുടെ റൂമിൽ തന്നെ ഒരു സൈഡിൽ ഒരു ടേബിൾ സെറ്റ് ചെയ്തിട്ട്, ആ ടേബിളിൽ അവരുടെ ബെഡ്റൂമിലാണ് അത്ര. നമുക്ക് ജനലിക്കൂടെ കാണാൻ പറ്റുന്നത്, അതിൻ്റെ അകത്തൊന്നും കയറി നമ്മൾ കാണിക്കുന്നില്ല. ജനലിക്കൂടെ വി ക്യാൻ സീ ഫ്രം ഓൾ ദ ആംഗിൾസ്. അപ്പോൾ കാണുന്നുണ്ടായിരുന്നു എല്ലാ തരത്തിലുള്ള ഇന്ത്യയിലുള്ള എല്ലാ ഫേമസ് ദൈവങ്ങളുടെയും ഫോട്ടോ ഉണ്ട് അവിടെ. അന്തോണിസ് പുണ്യാളൻ്റെ ഒരു പ്രതിമ കണ്ടു ഞാൻ. ചെറിയൊരു ഇതുണ്ടല്ലോ, ഐഡൽ പോലെ. പെട്ടെന്ന് നോക്കി ഞാൻ കണ്ട കാര്യങ്ങളൊക്കെ ആട്ടോ. ഗുരുവായൂരപ്പനെ കണ്ടത് ഓർമ്മയുണ്ട് എനിക്ക്, തിരുപ്പതി ഭഗവാനെ കണ്ടത് ഓർമ്മയുണ്ട്. പിന്നെയും കണ്ടല്ലോ ഭഗവതി, ഇത് പുരി ജഗന്നാഥൻ്റെ ഇത് ഓർമ്മയുണ്ട്. അങ്ങനെ 2-3 എൻ്റെ മനസ്സിലുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുകയായിരുന്നു, ഇതാണ് പ്രധാനമന്ത്രി. ഞാൻ കോൺഗ്രസ് ആയതുകൊണ്ടല്ല കേട്ടോ, BJP ആൾക്കാരെ എന്നെ ചീത്ത പറയാൻ വരില്ലേ. എനിക്ക് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ ഇൻക്ലിനേഷൻസും ഇല്ല. പക്ഷേ ഈ ഒരു അയൺ ലേഡീനെ പറ്റി, ഉരുക്ക് വനിത എന്നൊക്കെ പറയുന്ന പോലെ തോന്നുമില്ല ഇവരൊക്കെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റാത്തതെന്നും പറഞ്ഞ് പോയിരിക്കുകയാണ്. നെഹ്റുവിൻ്റെ മകളായതുകൊണ്ടായിരിക്കാം. പക്ഷെ നെഹ്റുവിൻ്റെ മകൾക്ക് കിടന്ന് ഉറങ്ങിയാൽ പോരായിരുന്നോ? ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ, അവരെങ്ങനെയെങ്കിലും ജയിച്ചു പോയേനെ. അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. എങ്ങനെയെങ്കിലും ജീവിച്ചു പോവുക എന്നുള്ളതല്ലായിരിക്കണം നമ്മളുടെ ഒരു തോട്ട് പ്രോസസ്സ്. നമ്മൾ നടന്നു പോകുന്ന ആ പാതയിൽ നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരു 10 പേരുണ്ടെങ്കിൽ അവർക്ക് നമ്മൾക്കറിയാവുന്നത് പറഞ്ഞു കൊടുക്കുക, അവരിൽ നിന്ന് നമുക്കറിയില്ലാത്തത് എടുക്കുക. കുറേ കാര്യങ്ങളുണ്ടാവും നമുക്ക് അവരിൽ നിന്ന് അറിയാത്തത് അല്ലേ, അതെടുക്കണം. അപ്പോൾ
ചില സമയങ്ങളിൽ പിന്നെ നമ്മൾ ഓവർ എക്സ്പ്ലനേഷൻസ് ഒന്നിനും കൊടുക്കാതിരിക്കുക കേട്ടോ. ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാലുണ്ടല്ലോ, നമുക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഓ എന്തിനാ എഴുന്നേറ്റേന്ന് തോന്നല്ല. ഇന്നൊരു ദിവസം ഉണ്ടല്ലോ, നമുക്കിത് ചെയ്യണം, ഇന്നത്തെ ഒരു ദിവസം അങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ച് ഓരോരോ ദിവസവും നമ്മൾ അതിനെ അങ്ങോട്ട് സന്തുഷ്ടമാക്കുക. ഒരുപാട് കഷ്ടങ്ങൾ നഷ്ടങ്ങൾ എല്ലാം ഉണ്ടായിട്ടിരിക്കുന്നവരുണ്ടാകും കേട്ടോ. എന്നെ കേൾക്കുന്നവർ പണത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരുണ്ടാകും, അല്ലെങ്കിൽ എന്താ പറയുക രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടാകും. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളെ മാറ്റിത്തരാൻ വേണ്ടി എല്ലാവരും ശരണം പ്രാപിക്കുന്നത് ഒരു ഭക്തിയിലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യത്തിലായിരിക്കില്ലേ ശരണം പ്രാപിക്കുന്നത്. അങ്ങനെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഈ സാഗരം, ഈ കഷ്ടങ്ങളുടെ സാഗരം കടന്നു പോകാനായിട്ട് നമുക്ക് ഒരു വലിയ 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 തോണിയോ ഒരു കച്ചിത്തുരുമ്പോ, വലിയ തോണി വേണ്ട, ചെറിയ തോണിയോ കച്ചിത്തുരുമ്പോ വന്ന് പെടും. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. ശ്രീനാരായണ ഗുരുദേവൻ്റെ ഒരു പദ്യമുണ്ട്, എല്ലാ ദിവസവും ഞങ്ങളെല്ലാം ജപിക്കുന്നതാണ്, ദൈവദശകം എന്ന് പറഞ്ഞിട്ട്. നിങ്ങളതൊന്ന് അടിച്ചു നോക്കൂ. അത് ഏത് ജാതിക്കാർക്കും, അമ്മയുടെ സ്കൂളിലെ ക്രിസ്ത്യൻ ടീച്ചേഴ്സൊക്കെ അമ്മയുടെ കയ്യിൽ നിന്ന് എഴുതിക്കൊണ്ട് പോയിട്ടുണ്ട്. അന്ന് യൂട്യൂബൊന്നും ഇല്ലല്ലോ, ദിവസം വീട്ടിലിരുന്നിട്ട് പ്രാർത്ഥന കഴിയുമ്പോൾ പറയാൻ വേണ്ടിയിട്ട്. അത് ദൈവദശകം എന്നാണ് പേര്. തുടങ്ങുന്നത് ഇങ്ങനെയാണ്: ദൈവമേ കാത്തുകൊൾകങ്ങു കൈവിടാതിങ്ങു ഞങ്ങളെ, നാവികൻ നീ ഭവാദ്ഭിക്കു രാവിവൻ തോണി നിൻപദം എന്ന്. മനസ്സിലായില്ലേ? നമ്മൾ ഈ ജപം ചെയ്യുന്നതും എല്ലാം ഉണ്ടല്ലോ, ഈ ഭഗവാനിലങ്ങ് അർപ്പിക്കുക. ദൈവം തന്നെയാണ് നമുക്ക് തുണയാണെന്നത്. ഓരോരോ ജീവജാലങ്ങളിലും അങ്ങാണുള്ളത്, എല്ലാം മായയും മായാവിയും എല്ലാം നിങ്ങൾ അങ്ങാണ് എന്ന് പറയുന്ന ഒരു പദ്യം. ഇതാണ് തുടക്കം. ഞാൻ അത് പറഞ്ഞെന്തിനാന്ന് വെച്ചാൽ, നിങ്ങൾ ഇതിനകത്ത് പോയി ഫുൾ നോക്കണം കേട്ടോ. വേർഡ് ടു വേർഡ് അർത്ഥമൊക്കെ പറയാൻ പോയാൽ അത് പല ചാനലുകളിലും നന്നായിട്ട് നല്ല പണ്ഡിതന്മാർ പറയുന്നുണ്ട്. ഞാൻ അതിൽ നോക്കി പഠിച്ചതല്ലേ, അപ്പം നിങ്ങൾ അതിൽ ഡയറക്റ്റായിട്ട് പോയി അത് കേൾക്കും. അത് ഒരു കാര്യം. പിന്നെ ഇന്നലെ നമ്മൾ വീണപൂവിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വീണപൂവിനെ പറ്റിയിട്ട് ലാലേട്ടൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് 2 വരി അദ്ദേഹം പാടുകയുണ്ടായി. അത് ഞാൻ ശ്രദ്ധിച്ചില്ലായിരുന്നു. വീണപൂവ് ഫുള്ളൊന്നും എനിക്ക് കാണാതെ ഒന്നും അറിയില്ല. വീണപൂവ് ബുക്ക് നമ്മുടെ വീട്ടിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് ഞാൻ DC ബുക്സിൽ നിന്ന് വാങ്ങിച്ചു വെച്ചതാണ്. ഫുൾ വായിച്ചതൊന്നും എനിക്ക് ഒരുപാടൊന്നും ഓർമ്മയില്ല. ഹന്ത പുഷ്പമേ വീണിതല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞ 1-2 ലൈൻസ് എൻ്റെ മനസ്സിലുള്ളൂ. അപ്പോൾ ആ ലൈൻ അതിലുള്ളതല്ല എന്ന് പറയുന്നു. ദൈവമേ, കുറേ പേര് ഇന്നലെ വന്നിരുന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ അതിൻ്റെ കോൺസെപ്റ്റ് അദ്ദേഹം പറഞ്ഞത് അതിനകത്തുള്ളതാണ്. അതായത് ഒരു പൂ വീഴുന്നതിന് മുമ്പ് അതിൻ്റെ സൗരഭ്യവും സൗന്ദര്യവും ഒക്കെ പടർത്തിയിട്ട് വേണം വീഴാനെന്നുള്ളത്. അപ്പോൾ അത് അദ്ദേഹത്തിന് അറിയാമായിരുന്നിരിക്കുവേ. അതുകൊണ്ടായിരിക്കും അദ്ദേഹം പറഞ്ഞത്. വായിച്ചത് വരി തെറ്റിപ്പോയെന്ന് പറയണ്ടേ. എന്താ അല്ലേ, സരസ്വതി ചില സമയങ്ങളിൽ ഇങ്ങനെ പിണങ്ങും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. മായയാണെന്ന് പറയുന്നത് ഇതിനാണ്. ആരാണത് എഴുതി കൊടുത്തത്? വല്ല ChatGPT ബോക്സിൽ കയറി അദ്ദേഹം തന്നെ എഴുതിയതാണോ, അത് വേറെ ഏതെങ്കിലും ഫ്രണ്ട്സ് ChatGPT നോക്കി എഴുതിയോ? കാരണം ഞാനും ChatGPT പോയി അത് കഴിഞ്ഞ് അടിച്ചു നോക്കിയപ്പോഴേ അതിനകത്തും വേറെയൊക്കെയാണ് വരേണ്ടത്, അതിനകത്ത് വേറെ കുറേയൊക്കെ വരേണ്ടത്. ആരോ എഴുതിയ കവിതയൊക്കെ. ഇപ്പം ഒരു കാര്യം മനസ്സിലായില്ലേ, ChatGPT പോയി അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് വരുന്നതെല്ലാം സത്യമൊന്നും ആവണമെന്നില്ല. കാരണം അത് പോയി പിടിക്കുന്ന ആ ഒരു ഹൂക്സ് ഉണ്ടല്ലോ, നമ്മൾ കൊടുക്കുന്ന ഹൂക്കും അത് പിടിക്കുന്ന ഹൂക്കും ഒക്കെ വേറെ 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 അലൈൻമെൻറ്റിൽ പോവുകയാണെങ്കിൽ പെട്ടു. അതിനകത്ത് വേറെ ഇത് പറഞ്ഞിട്ട് അതിൽ എനിക്കും തോന്നിയാ വിളിച്ച് പറഞ്ഞപ്പോട്ടോ, ചിത എന്നുള്ളൊരു വേർഡ് പറയുന്നുണ്ട് അതിനകത്ത്. ചിതയിൽ വീഴുന്നതിന് മുമ്പേ എന്നുള്ളത്. എന്നിട്ട് നമ്മളത് മാറ്റുമ്പോൾ ഡസ്റ്റ്, the flower which is going to fall into the dust will be giving out the beauty എന്നുള്ള അർത്ഥത്തിലാണ് ഇട്ടിരിക്കുന്നത്, ഡസ്റ്റ് എന്ന് ഇട്ടിരിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ ചിത എന്ന് വായിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇത്രയും നല്ല ഒരു സന്ദർഭത്തിൽ എന്തിനാ ലാലേട്ടൻ ചിതയെ പറ്റി പറയുന്നതെന്ന് ഞാൻ ആലോചിക്കുകയും ചെയ്തു. പോട്ടെ, അതിപ്പോൾ എന്തായെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൻ്റെ ആ വിവാദത്തിലേക്ക് പിന്നെ ഞാൻ പോയില്ല. ഞാൻ കണ്ടായിരുന്നു. ഞാൻ ഈ പൂവിൻ്റെ കാര്യം പറയാൻ വേണ്ടി ഇന്നലെ വീണ പൂവെന്ന് പറഞ്ഞില്ലേ, അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങളോട് പറയണം. അത് വീണ പൂവിലെ അല്ല, ആ മലയാളം പദ്യം അദ്ദേഹം ചൊല്ലിയതെന്നാണ് ബുദ്ധിയുള്ളവർ പറയാല്ല, വിവരമുള്ളവർ പറയുന്നത്. നമ്മൾ മറ്റുള്ളവർ പറയുന്ന കേട്ടിട്ടല്ലേ. എനിക്ക് അതിൻ്റെ ബുക്ക് ഇവിടെ ഇല്ലായിരുന്നല്ലേ, ഞാൻ ഫുൾ വായിച്ചു നോക്കിയാൽ. വീട്ടിൽ വെച്ചിരിക്കുക, പെരുമ്പാവൂരിരിക്കുക. പറഞ്ഞു വന്ന സബ്ജക്റ്റ്. അപ്പോൾ ഇന്ന് നമ്മൾ സ്ത്രീകൾ ഒരു കുടുംബത്തിൻ്റെ എല്ലാവിധത്തിലുള്ള ഐശ്വര്യത്തിനും കാരണം ആ സ്ത്രീ തന്നെ. ഒരു സ്ത്രീയാണ്, ഒരു വീട്ടമ്മയാണെന്ന് പറയുന്നതിന് യാതൊരു സംശയവുമില്ല. കാര്യത്തിൽ യാതൊരു സംശയമില്ല. അത് ഓരോരുത്തരുടെ വീട്ടിലേക്ക്, നമ്മുടെ ഓരോരുത്തരുടെ വീട്ടിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കറിയാം അല്ലേ, നമ്മുടെ അമ്മമാർ നല്ല പോലെ അതിനകത്ത് എന്താ പറയണേ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ ഇനിയിപ്പോൾ നമ്മളെപ്പോലുള്ളവരുടെ ചാൻസാണ് കോൺട്രിബ്യൂഷൻ കൊടുക്കാനായിട്ട്.
ഉണ്ടാകും. ഒരുപാട് 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 കുറ്റങ്ങൾ എന്നിലും ഉണ്ടാകും, നിങ്ങളിലും ഉണ്ടാകും, നമ്മൾക്ക് ചുറ്റുമുള്ളവരിലും ഉണ്ടാകും. അത് നല്ല താതാത്മ്യത്തോടു കൂടി കൈകാര്യം ചെയ്യാൻ പറ്റുന്നിടത്താണ് നമ്മൾ ഒരു സ്ത്രീ വലിയവളാകുന്നത് എന്ന് കരുതി, നോട്ട് ദ പോയിന്റ്, എന്ന് കരുതി അവർ നിങ്ങളെ ഇട്ട് ചക്രശ്വാസം വലിപ്പിക്കുന്നതിനൊന്നും നിങ്ങൾ നിന്ന് കൊടുക്കണ്ട കേട്ടോ. മാന്യമായ രീതിയിൽ മര്യാദയുടെ ഭാഷയിൽ നിങ്ങൾ നിങ്ങളുടെ സ്റ്റാൻഡ് ഉറപ്പിച്ച് നിൽക്കണം. ഒരുത്തനും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ഒരുത്തിയും നിങ്ങളുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ച് നിങ്ങളെ വശപ്പെടുത്താന്നല്ലേ പറയണേ, വശം കെടുത്തുകയാണെങ്കിൽ വിട്ടുകൊടുക്കരുത്. അതിന് ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മൾ വിട്ടുകൊടുക്കേണ്ടത് സാഹചര്യങ്ങൾ എന്ന് പറയുന്നത് വളരെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കാണ് നമ്മൾ വിട്ടുകൊടുക്കേണ്ടത്. നമ്മൾ കിടക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള നമ്മളുടെ സ്ഥലങ്ങളിലേക്ക് ആരെങ്കിലും കടന്നു കയറുകയാണെങ്കിൽ, നമ്മുടെ ഭർത്താവോ മക്കളോ അല്ലാത്തവരാരെങ്കിലും കടന്നു കയറുകയാണെങ്കിൽ അപ്പോൾ നിങ്ങൾ അവിടെ നിർത്തണം. അവരെ പറയണം, എന്തിനാണ് നിങ്ങളിത് ചെയ്യുന്നത്, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറയണം. വരുന്ന അയാൾ പറയും, നിങ്ങൾ എൻ്റെ ആണെന്ന് വിചാരിച്ചു, നിങ്ങളോട് എനിക്ക് അത്രയും സ്നേഹമുള്ളതുകൊണ്ടല്ലേ വാതിൽ തള്ളി തുറന്ന് വരുന്നതെന്നൊക്കെ ചോദിച്ചാൽ, ഇതൊരു എക്സാമ്പിളാണ് കേട്ടോ, ഇതൊരു എക്സാമ്പിൾ മാത്രമാണ് ഞാൻ പറയുന്നത്, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. കാരണം പലരുടെയും വീട്ടിൽ പല രീതിയിലായിരിക്കില്ലേ കാര്യങ്ങൾ. അപ്പോൾ ഇന്നത്തെ ദിവസം കുഷ്മാണ്ഡ ദേവി നമുക്ക് തരുന്ന പവർ, നേച്ചറിനോട് അടുത്ത് നിൽക്കുന്ന സ്ത്രീകളുടെ പവറാണ് നമ്മളെ കാണിച്ചു തരുന്നത് അല്ലേ. ജഗദംബികയാണ്, ജഗത് ജനനിയാണ്. ഇതൊക്കെ നമ്മൾ ഈ ലളിത സഹസ്രനാമം വായിക്കുമ്പോൾ, ഇത് അമ്മ എനിക്ക് 3 കൂടെ ഉള്ളത് വലുത് വാങ്ങിച്ചു തന്നതാണ്. പേര് എൻ്റെ കണ്ണിങ്ങനെ എനിക്ക് എപ്പോഴും കണ്ണാടി വെച്ച് വായിക്കാതിരിക്കാൻ വേണ്ടി വലിയ അക്ഷരങ്ങൾ, ഞാനിപ്പോൾ ഇതാ വായിക്കുന്നത്. അപ്പോൾ ജഗത് ജനനി എന്ന് ഇതിനകത്തുണ്ട്. അപ്പോൾ ജഗത് ജനനി എന്ന് വിളിക്കാനായിട്ട് കാരണം എന്താ, ലളിതാംബിക ഭഗവതിയെ എന്ന് വെച്ചാൽ ജഗത്തിനെ മുഴുവനും ജന്മം നൽകിയത് എന്നുള്ളൊരു കോൺസെപ്റ്റാണ്. ഇതൊക്കെ കഥകളായിരിക്കാം, അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റി ആയിരിക്കാം. പക്ഷേ ഈ സ്പിരിച്വാലിറ്റിയൊക്കെ മനുഷ്യർ എഴുതിയുണ്ടാക്കിയതാണ് നമുക്കൊരു ഗൈഡൻസിന് വേണ്ടിയിട്ട്. ഇത്രയും അനുഭവ സമ്പത്തുള്ള ഇന്ത്യയിലാണ് നമ്മൾ, ഭാരതത്തിൽ, അതും കേരളത്തിൽ നമ്മൾ ജനിച്ചതിന് നന്ദി പറയുക. ഇതാണ് എൻ്റെ ഇന്നത്തെ ടേക്ക് അവേ. ഗ്രാറ്റിറ്റ്യൂഡ് വളർത്തുക. നമ്മൾ എന്ത് കാര്യത്തിനാണെങ്കിലും നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് ഓരോന്നും ഈ ജഗന്മാതാവിൻ്റെ സൃഷ്ടികളാണ്. നമ്മൾ ഉൾപ്പെടെ ഈ കാണുന്ന ജലാശയങ്ങളും പിന്നെ എന്ത് സാധനമാണെങ്കിലും അവിടെ ഇവിടെയുള്ള ഓരോ മണൽത്തരിയും നമുക്ക് പ്രസാദ ബുദ്ധിയോടുകൂടി സ്വീകരിക്കാം. നമുക്ക് തന്നിരിക്കുകയാണ് അതല്ലേ, നമുക്ക് ഉപയോഗിക്കാൻ തന്നിരിക്കുകയാണല്ലേ ഈ ജഗത്തിന്. അപ്പോൾ ഇന്നൊരു ദിവസം ഇതിൽ ഒരു ഭഗവതിയുടെ കാര്യം കൂടെ പറയുന്നുണ്ട്. ഭുവനേശ്വരി എന്ന് പറയുന്നുണ്ട് ഒരു ദേവിയെ, ഇതുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ നവദുർഗ കോൺസെപ്റ്റുകൾ. നവദുർഗ ഇപ്പം 9 ദിവസത്തേക്കുണ്ടല്ലോ. അതിൽ ഈ ദേവിയെ ഭുവനേശ്വരി, ഈ ജഗന്മാതാവായ അമ്മ ഭുവനേശ്വരിയെ വിളിക്കുന്നുണ്ട്. ജഗന്മാതാവിന് ഒരുപാട് ജോലികളാണ്, എല്ലാ 3 പുരികളുടെയും കാര്യങ്ങൾ അന്വേഷിക്കണം. അപ്പോൾ ജഗത്തിൻ്റെ മാത്രം കാര്യം അന്വേഷിക്കാൻ വേണ്ടി ഭുവനേശ്വരിയെ പറഞ്ഞേൽപ്പിച്ചിട്ടുണ്ടെന്നും ഒരു കഥ ഞാൻ വായിക്കുകയുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മൾ സ്ത്രീകൾ വിചാരിച്ചാൽ സാധിക്കുന്ന കാര്യമാണ് അല്ലേ. യമദേവനിൽ നിന്നും നമ്മുടെ കഥ കേട്ടിട്ടില്ലേ, സതി സാവിത്രിയുടെ കഥയിൽ സതിയുടെ കഥ നമുക്കറിയാം. സാവിത്രിയുടെ കഥ അറിയില്ലേ? സാവിത്രി സത്യവാനെ കല്യാണം കഴിച്ചിട്ട് വളരെ സുമുഖനും വളരെ വിദ്വാനുമായിട്ടുള്ള ഭർത്താവിനെ കിട്ടിയ സാവിത്രി ഒരു ദിവസം കാട്ടിൽ രണ്ടുപേരും കൂടി എന്തോ ഒരു ഇതിനു വേണ്ടി, കസർത്തിന് വേണ്ടിയിട്ട് പോയതാണ്. മരം വെട്ടുന്ന സമയത്ത് ഈ 16-17 വയസ്സൊക്കെയാണ് അന്ന് എല്ലാവർക്കും ഉള്ളത് കേട്ടോ. അപ്പോൾ ഈ കല്യാണം കഴിച്ച രണ്ടുപേരും കൂടി അവിടെ ഇങ്ങനെ നല്ല ഉല്ലസിച്ച് നടക്കുന്ന സമയത്ത് ഒരു മരം വെട്ടി വീഴ്ത്തുകയാണ് ഈ സത്യവാൻ. ആ സമയത്ത് അത് സത്യവാൻ്റെ ദേഹത്തോട്ട് വീഴുകയും യമദേവൻ കൊണ്ടുവരാൻ വരുമ്പോൾ ഈ സാവിത്രി എന്ന് പറയുന്ന ഭാര്യയ്ക്ക് കാണാൻ പറ്റുകയാണ്. അത്ര പതിവ്രത രത്നമാണ് ആ കുട്ടി ഉണ്ടായത് തന്നെ. സാവിത്രി ദേവി എന്ന് പറയുന്ന സവിത്രവിൻ്റെ ഇതുള്ള ദേവിയുടെ അനുഗ്രഹം കൊണ്ടുണ്ടായതുകൊണ്ടാണ് സാവിത്രി എന്ന് പേര് രാജാവ് വെച്ചതെന്നൊക്കെ ആദ്യമേ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ദേവി ഭാഗവതത്തിൽ കേട്ടതാണ് കേട്ടോ. സുഷ്മിത ജഗദീശൻ എന്ന് പറഞ്ഞൊരു ലേഡിയുണ്ട്, നന്നായി പറയും. നിങ്ങൾ അവരെ ഒന്ന് ഫോളോ ചെയ്തോളൂ കേട്ടോ. ഞാൻ അവരുടെ ഇതിൽ നിന്ന് കേട്ടതാണ് ഈ കഥയൊക്കെ.
വായിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഭാഗവതം, ദേവി ഭാഗവതവും ദേവി മഹാത്മ്യവും വേറെ വേറെയാണെന്ന് അവർ പറഞ്ഞപ്പോഴാട്ടോ ഞാൻ അറിഞ്ഞത്. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതിൽ കയറിക്കോ. ഈ 7 ദിവസവും ഭക്തിമാർഗത്തിലൂടെ പോകണം എന്നുള്ളവർക്ക് അവർ പറയുന്നുണ്ട് ഈ കഥ. അപ്പോൾ ഇപ്പോൾ കേൾക്കാത്തവരുണ്ടാവുമല്ലോ, അവരോട് ഞാൻ പറഞ്ഞേക്കട്ടെ. അപ്പോൾ ഈ സാവിത്രി പ്രാർത്ഥിക്കുകയാണ്, എങ്ങനെയെങ്കിലും എൻ്റെ ഹസ്ബൻഡിനെ ഞാൻ വിടില്ല, എനിക്ക് വേണം എന്ന് പറയും. നീ അതല്ല, ഈ ഭർത്താവ് മരിച്ചു പോയതിൻ്റെ തിരിച്ചു തരൂ എന്നല്ലാതെ വേറെ എന്ത് വേണമെങ്കിലും നീ ചോദിച്ചോളൂ എന്ന് യമദേവൻ പറയുകയാണ്. കാരണം യമദേവനെ കാണാൻ പറ്റുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ സാവിത്രി ദേവി എന്ന് പറയുന്നത് നിസ്സാരക്കാരിയല്ല എന്ന് യമദേവന് മനസ്സിലായി. അപ്പോൾ പറയും, ശരി, എനിക്ക് ദീർഘകാലത്തോളം പുത്രാദികളെ അടുത്ത് നല്ലപോലെ ജീവിക്കാനുള്ള വരം തരണം എന്ന് പറയുമ്പോൾ ഈ പെട്ടെന്ന് ഇദ്ദേഹം അങ്ങോട്ട് വരം കൊടുക്കും. ഈ നിനക്ക് പുത്രാദികളോടുകൂടി ദീർഘകാലം ജീവിക്കാൻ പറ്റട്ടെ എന്ന് പറയുമ്പോൾ സാവിത്രി ചോദിക്കും, ആഹാ, ഒരു കാര്യം അറിയാം. കുറേ ചോദിക്കുന്നുണ്ട്, ഉത്തരങ്ങളും ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൽ ഒരെണ്ണം പറയുന്നതാണ്, അപ്പം എനിക്കെങ്ങനെയാണ് കുട്ടികളുണ്ടാവുക, എൻ്റെ ഭർത്താവിനെയല്ലേ നിങ്ങൾ കൊണ്ടുപോകുന്നതെന്ന് പറയും. അപ്പോഴാണ് ഏട്ടാ അക്കിടി പറ്റിയെന്ന് പറഞ്ഞിട്ട് പിന്നെ തിരിച്ചു കൊടുത്തിട്ട് പോവുകയാണ്. അപ്പോൾ അതിൽ കുറേ ചോദ്യങ്ങൾ പിന്നെ ഇവർ ചോദിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവിനെ നരകത്തിലേക്ക് കൊണ്ടുപോകാനാണ് പോയതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ എഴുന്നേറ്റു, സത്യവാൻ എഴുന്നേറ്റ ഒരു സന്തോഷമായി. എന്ത് പാപമാണ് ഇദ്ദേഹം ചെയ്തതെന്ന് പറയാൻ പറയും. അപ്പോൾ പറയും, മനുഷ്യനല്ലേ, പല കാര്യങ്ങളും യങ് ടൈമിൽ ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെയൊക്കെ ലാസ്റ്റാണ് പെനൻസ് കൊടുക്കേണ്ടി വരിക. മനുഷ്യനാകുമ്പോൾ എല്ലാം ഒന്നും നേരെയായിട്ട് ജീവിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു പാപവും ചെയ്യാതെ ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ചെറിയ പാപങ്ങൾ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ടൊന്നും നിങ്ങൾ അതിനെ പറ്റിയിട്ട് വിഷമിക്കരുത്. ഓരോ നവരാത്രിയും പുതിയതായിട്ട് നമുക്ക് ജീവിതം പടുത്തുയർത്താനുള്ള ഓരോ സന്ദേശമാണ് നൽകുന്നത്. ഓക്കെ, കഴിഞ്ഞ നവരാത്രിക്കും ഞാനിത് നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ഇത്രയും പേര് കേൾക്കുന്നുണ്ടായില്ല. അപ്പോൾ എനിക്ക് ഒരു 1000 പേരെങ്കിലും കേൾക്കുന്നുണ്ടല്ലോ ഇപ്പോൾ എന്നെ എന്നുള്ള ആ സന്തോഷത്തിൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു, എനിക്കറിയാവുന്ന ഞാൻ അവലംബിക്കുന്ന കാര്യങ്ങൾ എന്നോട് കൂട്ടുകൂടുന്നവരും കൂടെ അവലംബിക്കട്ടെ എന്ന് ഓർത്താണ് കേട്ടോ പറയുന്നത്. അപ്പോൾ നമുക്കപ്പോൾ വൈകുന്നേരം എനിക്ക് മഞ്ഞസാരിയെ കൊടുത്ത് വിളക്ക് കത്തിക്കണം. ഇപ്പോൾ ഞാൻ ചോറിനാനായിട്ട് ഇനി അഴിക്കണം, അല്ലെങ്കിൽ ഇതിൽ വല്ലതൊക്കെ വീണാൽ പിന്നെ അത്ര നേരം ഇരിക്കണ്ടേ. ഇപ്പോൾ ഇവിടെ 1:30 ആയിട്ടുള്ളൂ. ഞാൻ 1:30-ക്ക് ഉച്ചയ്ക്ക് തന്നെ എടുക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നല്ല വെളിച്ചത്തിൽ നല്ല ഫ്രഷായിട്ട് ഫുഡൊക്കെ കഴിക്കുന്നതിന് മുമ്പേ ഞാൻ പറയും എനിക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ശരി തന്നെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു.